അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാറ്റർ വേവ്സിൻ്റെയും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെയും ഒരു കമ്പാരിസൺ ആണ്. ഓക്കെ, വാട്ട് ആർ ഇലക്ട്രോമാഗ്നെറ്റിക് വേവ്സ്? Electromagnetic waves are composed of electric and magnetic fields, and their vibration causes the generation of electromagnetic waves. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും വൈബ്രേഷൻ വഴി ഉണ്ടാകുന്ന വേവുകളാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇനി മാറ്റർ വേവ് എന്ന് പറഞ്ഞാലോ, മാറ്റർ വേവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് മൂവിങ് പാർട്ടിക്കിൾസ് ആൻഡ് ആർ ദ റിസൾട്ട് ഓഫ് ദ മോഷൻ ഓഫ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് അതർ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് എലോങ് വിത്ത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എന്തായാലും ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും വേണം. പക്ഷേ മാറ്റർ വേവിന് അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. ചാർജ് ഉള്ള പാർട്ടിക്കിളാകാം, ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിളാകാം, എന്ത് തരം പാർട്ടിക്കിളാണെങ്കിലും ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് ഉണ്ടാകുന്ന വേവുകളാണ് മാറ്റർ വേവ്സ്. അപ്പോൾ നമുക്കൊരു കമ്പാരിസൺ നോക്കുകയാണ്. ഓക്കെ, ഒരു കമ്പാരിസൺ നോക്കാം. എങ്ങനെയാണ് മാറ്റർ വേവ്സും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും കൂടെയുള്ള കമ്പാരിസൺ? അപ്പം നമ്മൾ ഫീൽഡ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഹാവ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്, വെറസ് മാറ്റർ വേവ്സ് ഹാവ് നോ സിഗ്നിഫിക്കൻറ്റ് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ദം. ഇനി ഈ വേവ്സ് മൂവ് ചെയ്യുന്ന മീഡിയത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ക്യാൻ ട്രാവൽ ഈസിലി ത്രൂ വാക്വം. പക്ഷെ മാറ്റർ വേവ് പൊസസ് ഡിഫിക്കൽട്ടി ഇൻ പ്രൊപ്പഗേറ്റിംഗ് ത്രൂ വാക്വം. വാക്വത്തിൽ കൂടി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മാറ്റർ വേവ്സിന് പറ്റാറില്ല. ഇനി ഒറിജിൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എമിറ്റഡ് ഫ്രം സോഴ്സ് ഇൻ സ്പേസ്, അല്ലേ? നമുക്ക് സ്പേസിലുള്ള സോഴ്സിൽ നിന്നാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ശരിക്കും ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ മാറ്റർ വേവോ എക്സിസ്റ്റൻസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്. അപ്പോൾ സ്പേസിൽ മാത്രമല്ല, എവിടെയും മാറ്റർ ഉണ്ടോ അവിടെയെല്ലാം മാറ്റർ വേവ്സ് ഉണ്ട്. സ്പീഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെല്ലാം സ്പീഡ് ഓഫ് ലൈറ്റ് സെയിം വാല്യൂ ആണ് കിട്ടുന്നത്. മാറ്റർ വേവ്സിന് ഒരിക്കലും ലൈറ്റിൻ്റെ സ്പീഡ് ഉണ്ടാവാറില്ല, അല്ലേ? മാറ്റർ വേവ്സിന് ഒരു ഒരു മാസ് ഉണ്ട്. മാസ് ഉണ്ടാകുമ്പോൾ വേവ് ലെങ്ത് കുറയും. വേവ് ലെങ്ത് കുറയുമ്പോഴത്തേനും സ്പീഡും അതിനനുസരിച്ച് കുറയും. ഇനി എക്സ്പ്രഷൻ ഫോർ വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു c/ν എന്നുള്ളതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ വേവ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ. നമുക്ക് മാറ്റർ വേവ്സിന് ഡി ബ്രോഗ്ലി ഇക്വേഷനാണ് ലാംഡ ഈസ് ഈക്വൽ ടു h/p. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന് എക്സാമ്പിളാണ് റേഡിയോ വേവ്സ്, അൾട്രാവയലറ്റ് റേസ്, ലൈറ്റ്. ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. മാറ്റർ വേവ്സിന് എക്സാമ്പിൾ ഇലക്ട്രോൺ ബീം, ന്യൂട്രോൺ ബീം, പ്രോട്ടോൺ ബീം, ഇതെല്ലാം തന്നെ മാറ്റർ വേവ്സിന് എക്സാമ്പിൾസ് ആണ്. അപ്പം ദിസ് ഇസ് ഹൗ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് മാറ്റർ വേവ്സ് കമ്പയർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എടുത്ത് സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ടു ആൻസർ എ ക്വസ്റ്റ്യൻ അബൌട്ട് കമ്പാരിസൺ ഓഫ് മാറ്റർ വേവ്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ.